5 കാര്യങ്ങൾ ഭൂമിയിലിരുന്ന് കരയും. ആ കണ്ണുനീര് നല്ലതല്ല, ആ കണ്ണുനീര് നല്ലതല്ല. 5 കാര്യങ്ങൾ ഭൂമിയിലിരുന്ന് കരയുമെന്നാണ് പടച്ചവനെ. ആ കണ്ണുനീര് നല്ലതല്ല. ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? പള്ളി കെട്ടിയ നാട്ടുകാരോട് പറയുകയാണ്, പള്ളിയൊക്കെ മാറ്റി വെച്ചിട്ട് മനോഹരമായ രീതിയിൽ അതാ ഒരു പുതിയ പള്ളി ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് നിങ്ങൾ പണിതല്ലോ. ഈ പള്ളി കരയും സഹോദരാ. ഈ നാട്ടുകാരറിയാ പറയുകയാ, ഈ നാട്ടുകാരറിയാ പറയുകയാ, പള്ളിയെ കരയിപ്പിക്കല്ലേ, പള്ളിയെ കരയിപ്പിക്കല്ലേ. ഈ പള്ളിയെങ്ങാണം കരഞ്ഞ ഈ മഹല്ലുകാരറിയും വാപ്പാ, ഈ മഹല്ലുകാരറിയും പെങ്ങള്. എപ്പോഴാണ് പള്ളി കരയുന്നതെന്നറിയോ? നിസ്കരിക്കാൻ പള്ളിക്കകത്ത് ആളില്ലാതെ വന്നാൽ, നിസ്കരിക്കാൻ പള്ളിക്കകത്ത് ആളില്ലാതെ വന്നാ പള്ളിക്കരയും ചെറുപ്പക്കാരാ, പള്ളിക്കരയും ചെറുപ്പക്കാരാ. പള്ളി കരഞ്ഞ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മനോഹരമായ രീതിയിൽ പള്ളിയൊക്കെ അലങ്കരിച്ച് പുതിയ പള്ളിയൊക്കെ പണിതല്ലോ സഹോദരാ. ഈ പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്നവരുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയോ, ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. ഈ പള്ളിയുടെ അയൽവാസികൾക്ക് ഈ പള്ളിയിലല്ലാതെ ജമാഅത്ത് നമസ്കാരമില്ല. ഈ പള്ളിയിലല്ലാതെ നിങ്ങൾക്ക് ജമാഅത്ത് നമസ്കാരമില്ല. പടച്ചവനെ, പള്ളിയുടെ അയൽവാസികളാരാ? നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞല്ലോ, പള്ളിയുടെ 4 ഭാഗത്തുമുള്ള 40 വീട്ടുകാര് ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം ഏതെല്ലാം വീട്ടിൽ കേൾക്കുന്നുണ്ടോ അവര് മുഴുവനും ഈ പള്ളിയുടെ അയൽവാസികളാ. നിങ്ങൾക്ക് നമസ്കാരം ഇവിടെയാണ്, നിങ്ങൾക്ക് ജമാഅത്ത് ഇവിടെയാണ്. എല്ലാവരും പള്ളിയിൽ വന്ന് നിസ്കരിക്കണമടോ. പക്ഷേ വല്ലാത്ത അലസതയാണ്. മഹാനായ ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു 2 കണ്ണും കാണാത്ത സഹാബിയാ, 2 കണ്ണും കാണാത്ത സഹാബിയാ. ആ സഹാബിയാണ് അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരിക്കൽ ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, നമസ്കരിക്കാ പള്ളിയിലേക്ക് വരണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ. ആരുടെയെങ്കിലും സഹായമില്ലാതെ എനിക്ക് പള്ളിയിൽ വരാൻ കഴിയുന്നില്ല. കണ്ണിന് കാഴ്ചയില്ലാത്തവനാണ് ഞാന്. എനിക്ക് ആരുടെയെങ്കിലും സഹായമുണ്ടെങ്കിലേ പള്ളിയിൽ വരാൻ പറ്റുന്നുള്ളൂ. എനിക്ക് സഹായത്തിനാളെ കിട്ടാതെ വന്നാ ഞാൻ വീട്ടിൽ നമസ്കരിക്കട്ടെ നബിയേ. കണ്ണിന് കാഴ്ചയില്ലാത്ത സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് ചോദിക്കുന്നത്, നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുമോ ഉമ്മു മക്തൂം? ബാങ്ക് വിളിക്കുന്ന ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമോ? കേൾക്കും നബിയേ, കേൾക്കും നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒരു കയറ് കെട്ട്, അതിന്റെ ഒരു ഭാഗം നിന്റെ വീടിന്റെ മുമ്പില്, മറുഭാഗം പള്ളിയില്. എന്നിട്ട് ബാങ്ക് വിളിച്ചാൽ ആ കയറ് പിടിച്ചിട്ടാണെങ്കിലും നീ പള്ളിയിൽ വന്ന് നിസ്കരിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്, ഈ വിളി കേട്ട് കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കണേ വാപ്പാ, ഉത്തരം
ഉത്തരം കൊടുക്കണേ ചെറുപ്പക്കാരാ. അതല്ലാഹുവിന്റെ വിളിയാ മോനെ. വിജയത്തിലേക്ക് വായെന്ന് പറഞ്ഞ് വിളിക്കുന്ന വിളിയാണ്. ആ വിളിക്ക് ഉത്തരം കൊടുക്കാതെ നടക്കല്ല്. അഹങ്കാരികളെ പോലെ നടക്കല്ല്, ധിക്കാരികളെ പോലെ നടക്കല്ല്. അല്ലാഹു നിന്നെ പടച്ചിരിക്കുന്നത് തന്നെ പടച്ച റബ്ബിന് ഇബാദത്ത് ചെയ്യാരോ. ആ ചിന്തയോടുകൂടി നടക്കണേ സഹോദരാ. പെങ്ങളെ, നമസ്കരിക്കാൻ വല്ലാത്ത മടിയാട്, നമസ്കാരത്തിന്റെ വിഷയത്തിൽ വല്ലാത്ത അലംഭാവമാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കരുത്. കാരണമില്ലാതെ മുടക്കല്ല്, കാരണമില്ലാതെ മുടക്കല്ല്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്തെന്നറിയോ? നിസ്കാരം മുടക്കുന്നവരോട് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? കാരണമില്ലാതെ ഒരു വഖത്ത് നമസ്കാരം ആരെങ്കിലും മുടക്കിയാൽ, കാരണമില്ലാതെ ഒരു വഖത്ത് നമസ്കാരം ആരെങ്കിലും മുടക്കിയാ പടച്ചവനെ അവന് കാഫിറാണെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അവൻ ദീനിൽ നിന്ന് പുറത്തു പോകുമെന്നല്ല പറഞ്ഞത്, അതിന്റെ ഗൗരവമാണ് പറഞ്ഞത്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ട് ആ ബാങ്കിന് ഉത്തരം കൊടുക്കാത്തവര്, നിന്റെ മരണം മോശമാ, നിന്റെ ആഖിബത്ത് മോശമാ. ഈമാനില്ലാത്ത മരണമാ പെങ്ങള്. നിസ്കരിക്കാത്തവളുടെ ആഖിബത്ത് മോശമാണ്. അവൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ കഴിയില്ല. ഈമാനുള്ള ഒരു മരണം അല്ലാഹു കൊടുക്കില്ല. അതുകൊണ്ടാണ് അതിന്റെ ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് മഹാനായ ഉമർ തങ്ങൾ അവിടെ നിന്ന് പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഉപ്പമാരേ, നിങ്ങൾ 5 വഖത്ത് നിസ്കരിക്കുന്നവരാകൂ. നീ 5 വഖത്ത് നിസ്കരിക്കുന്നവരാകൂ. നീ നിസ്കാരം തുടങ്ങിയ നിന്റെ ഭാര്യ നിസ്കരിക്കുമല്ലോ, നിന്റെ മക്കള് നിസ്കരിക്കുമല്ലോ, നിന്റെ വീട് നിസ്കാരമുള്ള വീടാകുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, സമാധാനമല്ലേ എല്ലാവർക്കും വേണ്ടത്? സമാധാനമുള്ള ജീവിതമല്ലേ എല്ലാവർക്കും വേണ്ടത്? എങ്കിൽ അല്ലാഹു പറഞ്ഞത് എന്തെന്നറിയോ? ലോകം സമാധാനമില്ലാതെ എവിടെ നിന്നാണ് സമാധാനം കിട്ടുന്നത്? ഉസ്താദേ, കാറുണ്ട്, വീടുണ്ട്, പണമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അല്ലാഹു എല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ സമാധാനമില്ലാത്ത ഉപ്പാ, അല്ലാഹു എല്ലാം തന്നില്ലേ പെങ്ങള്? കാറ് തന്നില്ലേ, സ്വർണം തന്നില്ലേ, തിന്നാൻ തന്നില്ലേ, കുടിക്കാൻ തന്നില്ലേ, ധരിക്കാൻ തന്നില്ലേ, കേറിക്കിടക്കാൻ വീട് തന്നില്ലേ? അല്ലാഹു നിനക്കെല്ലാം തന്നിട്ട് എന്തേ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? സമാധാനമില്ലല്ലോ, സമാധാനമില്ലല്ലോ. എങ്കിലും സമാധാനം കിട്ടാനുള്ള വഴി എന്താ? അല്ലാഹയല്ലേ പറഞ്ഞത് സമാധാനം വേണോ? മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, രാജാക്കന്മാരെ പോലെ ജീവിക്കടോ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെ പോലെ, രാജാക്കന്മാരെ പോലെ നിനക്കൊരു ജീവിതം വേണോ പിതാവേ? ചെറുപ്പക്കാരാ, പെങ്ങള്, ഈ ലോകത്ത് നിനക്ക് സമാധാനമായിട്ടുള്ള ഒരു ജീവിതം വേണോ? രാജാക്കന്മാരെ പോലെ ജീവിക്കണോ? രാജകുമാരിയെ പോലെ നിന്റെ വീട് മാറണോ? നിനക്കൊരു സന്തോഷമുള്ള ജീവിതം വേണോ? അല്ലാഹു പറയുകയാ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബാ. അല്ലാഹു പറയുകയാ, രാജാക്കന്മാരെ പോലെ, രാജകുമാരിയെ പോലെ നിങ്ങൾക്ക് ജീവിക്കണോ? ഞാൻ തരാം എല്ലാം, നിങ്ങൾക്കെല്ലാം ഞാൻ തരാം, നിനക്ക് വേണ്ടത് മുഴുവനും ഞാൻ തരാം. അല്ലാഹു പറയുക, നിനക്ക് എന്താ വേണ്ടേ? എടാ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെക്കാളും നല്ല ജീവിതം നിനക്ക് ഞാൻ തരാം.
ഞാൻ പറയുന്നത് നീ അനുസരിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, നിങ്ങളുടെ നാട്ടിൽ ഇപ്പൊ ഇത്രയും പേര് ഇവിടെ ഉണ്ടല്ലോ, നീ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാരാ? ആരാ? നിങ്ങൾ എന്താ എന്റെ മുഖത്ത് നോക്കിയിരിക്കണേ? എടോ, നമ്മൾ ഇത്ര പേര് ഇവിടെ ഇരിക്കുന്നില്ല, ആയിരക്കണക്കിന് ആണുങ്ങളും പെണ്ണുങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്ന ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന വ്യക്തി ആരാ? അതിന് സംശയമൊന്നും വേണ്ട, നല്ല ഉറക്കപ്പറ. ആരാ? പറതാത്തമാരാരാ? ആരാ? ഞങ്ങൾ ഉസ്താദന്മാര്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ പള്ളിയിലെ ഇമാമ. ഈ നാട്ടുകാരിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന വ്യക്തി ആരാ? അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, പറ. ആരാ കഴിക്കുന്നേ? അത് മടിയെന്താ? എല്ലാ ദിവസവും ഇറച്ചി നിന്ന ആളൊന്ന് കൈപൊക്കിക്ക്. എല്ലാ ദിവസവും ഇറച്ചി, അല്ലെങ്കിൽ നല്ല കഷ്ടം മീന്. ആരാ? അതാ ചങ്ങാതി ഉസ്താദന്മാര്. ഉസ്താദ് പറയണത് കൊളസ്ട്രോളാ വേണ്ടാന്ന്. പടച്ചവനെ, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നതാരാ? ഉസ്താദ്. ഏറ്റവും കുറഞ്ഞ ശമ്പളം ആർക്കാ? അതും പറ, ആർക്കാ? കിളയ്ക്കാൻ പോകുന്നവന് കിട്ടുവിടോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ 800ഒക്കെയാണ്, ഇവിടെ എത്രന്നറിയില്ല. ഉസ്താദിന് എത്ര ശമ്പളം? കൂട്ടണ്ട, എനിക്കറിയില്ല. ഇവിടുത്തെ പ്രസിഡന്റിനെ അറിയില്ല, സെക്രട്ടറി അറിയില്ല. ഉസ്താദ് പറഞ്ഞാന്ന് പറയല്ല, ഞാൻ പൊതുവായിട്ടുള്ള കാര്യം. ഏറ്റവും കുറഞ്ഞ ശമ്പളം ആർക്കാ? ഇമാമിന്. എന്നിട്ടും ഈ ലോകത്ത് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നതാരാ? ഉസ്താദന്മാർ. എന്തുകൊണ്ട്? പണ്ടൊക്കെ ഉസ്താദന്മാര് പെണ്ണ് കാണാൻ വന്നപ്പോ നീ ഓടിയില്ലയോ? അല്ലോ ഉസ്താദോ, വേണ്ട പടച്ചവനെ, അല്ലാ പടച്ചവനെ, ശമ്പളമില്ല, ജോലിയില്ല, അല്ലാ പട്ടിണിയാവുന്നു. ഉസ്താദിന്റെ പെണ്ണുമ്പിള്ള എടുത്ത് ചോദിച്ചു നോക്ക്, രാജാത്തിയെ പോലെ ജീവിക്കുന്നുണ്ടോള്. നീ ഗൾഫുകാരനെ കെട്ടിയിട്ട അവസ്ഥ എന്താന്ന് ആലോചിക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ആള് ആലിമ, ഉസ്താദാ. എന്തുകൊണ്ട്? അല്ല പറഞ്ഞു, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒരേ ഒരു കാര്യം. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹ് പറയുന്നു, നിനക്ക് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. നീ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, 5 നേരം ബാങ്ക് വിളിക്കുമ്പോ നിസ്കരിച്ചാ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്ത് ചെയ്താ മതി? കേട്ടില്ലടോ, എന്ത് ചെയ്താ മതി? ഉറക്കെ പറ. 5 നേരം ബാങ്ക് വിളിക്കുന്ന സമയം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹ് തരും നമുക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സംശയം വല്ലതും ഉണ്ടോ? സംശയം വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ നീ ഖുർആൻ എടുത്ത് നോക്ക്. സൂറത്തു ത്വാഹ 132 ആയത്ത്. സംശയമുള്ള പെണ്ണുങ്ങളൊക്കെ പോയി എടുത്ത് നോക്കിയോ. അള്ളാഹ് പറയുന്നു, നീ നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം. നിങ്ങൾ ആര് പള്ളി വന്നില്ലെങ്കിലും നിസ്കരിക്കാൻ പള്ളിയിൽ ആരുണ്ട്? ആരുണ്ട്? ഉസ്താദുണ്ട്. അതുകൊണ്ടാ ഉസ്താദിന് അള്ളാഹ് ഫുഡ് കൊടുക്കുന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നീ നിസ്കരിച്ചു നോക്ക്, നിനക്കും കിട്ടും. നീ നിസ്കരിച്ചു നോക്ക്, അള്ളാഹ് നിനക്കും തരും. ഇപ്പൊ എനിക്ക് പത്തനാപുരത്ത് കിടക്കുന്നവനാ ഞാൻ. ഇന്നലെ എനിക്ക് ഫുഡ് മംഗലാപുരത്ത്, സുള്ളിയത്ത്. ഇന്ന് എനിക്കിതാ ഏതൊരു നമ്മുടെ ചങ്ങായിയുടെ വീട്ടിലായിരുന്നു. നാളെ എനിക്ക് മംഗലാപുരത്തെ വയത്. നാളെ അവിടെ. ഞാൻ ഹോട്ടലിൽ നിന്നുന്നില്ല, എനിക്ക് തിന്നാനുള്ള ഭക്ഷണം അള്ളാഹ് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിസ്കരിക്കുന്ന കാലത്തോളം എൻ്റെ റബ്ബത് മുടക്കാറില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് 10ാം ക്ലാസ്സിൽ മുഴുവനും A+ വാങ്ങിച്ചാലേ തിന്നാൻ കിട്ടത്തുള്ളൂ. ഇല്ല ആമിന. മക്കളെ കൊല്ലല്ലേ അള്ളാഹിനെ ഓർത്തിട്ട്. റിസൾട്ട് അങ്ങോട്ട് വരുമ്പോ, കഴിഞ്ഞ കൊല്ലം എങ്ങാണ്ടോ ഒരു A+ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞു, നിന്നെ കൊല്ലും, നിന്നെ ഞാൻ കൊല്ലും. അവസാനം ആസറ്റ് എടുത്ത് കുടിച്ചു. എന്തായാലും കൊല്ലൂ എന്ന് പറഞ്ഞു പോയി. ആകെ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, പോയി. എല്ലാത്തിനും ആർത്തിയ, എല്ലാത്തിനും 10 A+ വേണം. നിനക്ക് എത്ര ഉണ്ടായിരുന്നു ആമിന? എടാ, മക്കളെ തല്ലുന്നില്ലേ, ഭീഷണിപ്പെടുത്തുന്നില്ലേ? 10 എണ്ണം വാങ്ങണം, ഇല്ലെങ്കിൽ നിന്നെ കൊല്ലൂന്ന് പറയുന്ന ആമിനാത്ത 120 കടക്കാൻ നീ സക്കറാത്തിന്റെ വലി വലിച്ചത് നിനക്കറിയോ? സുബ്ഹാനല്ലാഹ്.
അവനവനെ കൊണ്ട് പറ്റുന്നതല്ലേ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിശക്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അടുത്ത് നോക്കിക്കോണം, A+ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഓരോ പോസ്റ്റിലും ഫ്ലെക്സ് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അതോടുകൂടി മക്കളുടെ കാര്യം പോയി കിട്ടും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലൈനും ഹക്കുൻ. കണ്ണാടി നോക്കിയിട്ട് സ്വന്തം പറയരുത് ഗ്ലാമർ ഉണ്ടെന്ന്. കണ്ണാടി നോക്കിയിട്ട് സ്വന്തം പറയരുത് പടച്ചനെ ഗ്ലാമർ ഉണ്ടോ എന്ന് നമ്മൾ തന്നെ പറയരുത്. കാരണം നിന്റെ നാവ് എങ്ങനത്തെയാണെന്ന് നിനക്കറിയില്ല. ചില വീടിന്റെ മുമ്പിൽ ഒരു തെങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പോഴാ ഒരാൾ റോഡിൽ കൂടെ പോയപ്പോ പറഞ്ഞു, എന്തൊരു തെങ്ങാ അല്ല ഇത്, എന്ത് തേങ്ങയാ നിക്കണ അല്ല. ഇപ്പൊ പോയി നോക്കിക്കേ, അങ്ങനെ ഒരു തെങ്ങുള്ള അടയാളം പോലും കാണില്ല. ചില ആൾക്കാര് പറഞ്ഞ അങ്ങനെ. അപ്പോഴാ ഉമ്മായും മോളും കൂടെ നടന്നു പോകുന്നു. മൊത്തം A+ വാങ്ങിച്ച ഒരു മകള് ചിരിച്ചോണ്ടിരിക്കുന്നു. കണ്ടോടി കണ്ടുപടി, എന്നാ ബുദ്ധിയാ അതിനൊക്കെ, നീയൊക്കെ ഇങ്ങനെ നടക്ക. ആ ഒരൊറ്റ വാക്ക് മതി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. A+ വാങ്ങിച്ചെങ്കിൽ വാങ്ങിച്ചു. അതെന്തിനാ നീ മൈക്കെട്ടി വിളിച്ചു പറയണേ? അത് നാട്ടുകാർക്ക് മുഴുവനും ഫ്ലെക്സ് വെക്കുന്ന എന്തിനാ? റോഡേ പോകുന്നവനും വരുന്നവനും വല്ല ആദരവുണ്ടെങ്കിൽ സ്വീകരിച്ചോ. എന്തിനാ ഈ ഫോട്ടോ ഒക്കെ വെക്കുന്നേ? എത്രയോ പേര്, ഞാൻ ഏർവാടിക്ക് പോയപ്പോ കണ്ടതാ, A+ വാങ്ങിച്ച ഒരു മകള് പടച്ചവനെ ആ മക്കാമിന്റെ മുമ്പിൽ പ്രാന്തിയെ പോലെ ഒരു ഉസ്താദിന്റെ മോള എന്നോട് പറഞ്ഞു ദുആ ചെയ്യണേ എന്ന്. അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ. 10ാം ക്ലാസ്സിൽ മുഴുവനും A+ വാങ്ങിച്ച മകള്, എന്റെ പ്രിയപ്പെട്ടവരെ, ബോധമില്ലാതെ മക്കാമിന്റെ ചുറ്റിലൊരു പ്രാന്തി പെണ്ണിനെ പോലെ നടക്കുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ ശ്രദ്ധിക്ക്. നാട്ടുകാരെ അറിയിച്ചിട്ട് നിനക്കൊന്നും കിട്ടാനില്ല. നിന്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടി ദുആ ചെയ്യ്. മക്കളെ സൂക്ഷിക്ക്. അള്ളാഹുവേ, അതാ പറഞ്ഞതല്ല, ഹൈനു ഹക്കുൻ, കണ്ണേറ് സത്യമാ. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ ഖബറിലെത്തിക്കുമെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി. മനുഷ്യനെ ഖബറിലെത്തിച്ചു കളയും കണ്ണേറ്. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ നിസ്കരിച്ചാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ആര് തരും? ഈ ലോകത്തിന്റെ അധിപനായ അള്ളാഹ് തരും. ധൈര്യമായിട്ട് പൊക്കോ, നിസ്കരിച്ചോ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഒരു കാരണവശാലും ഈ പള്ളി കരയരുത്. ഈ പള്ളി കരഞ്ഞാ നിങ്ങളൊക്കെ അറിയും. ഇന്ന് നിസ്കരിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഉദ്ഘാടനത്തിനൊക്കെ നിസ്കരിക്കാൻ പള്ളി നിറയെ ആളുണ്ടായിരുന്നു, അല്ലേ ഉസ്താദേ? പക്ഷെ സുബഹിക്ക് ആളുണ്ടായിരുന്നു? പള്ളി മൊത്തവും നിറഞ്ഞു കവിഞ്ഞു. തങ്ങൾ വന്ന് നിസ്കരിച്ചു, നിറച്ചു ആളായിരുന്നു. ഇപ്പൊ ഉണ്ടോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നീ നല്ലവനാണെന്ന് ആരാ പറയേണ്ടത്? രണ്ടാമത്തെ ആള് സ്വന്തം മക്കള് പറയട്ടെ, ഉമ്മ നല്ലവളായിരുന്നു. എൻ്റെ ഉപ്പാന്ന് പറയുമ്പോ കണ്ണ് നിറയണം. ഉമ്മ എന്ന് പറയുമ്പോ കണ്ണ് നിറയണം. ഇപ്പോഴും പ്രായമുള്ള വാപ്പമാര് ഉപ്പാനെ കുറിച്ച് പറയുമ്പോ കരയും. എൻ്റെ വാപ്പ എന്നെ എത്ര തല്ലിയാലും എത്ര വഴക്കു പറഞ്ഞാലും എന്ത് നല്ല മരണമായിരുന്നു ഉസ്താദ് എൻ്റെ ഉപ്പയ്ക്ക്, എൻ്റെ ഉമ്മയ്ക്ക് എന്ത് നല്ല മരണമായിരുന്നു. എടോ, കൊച്ചുമക്കള് പറയൂലേ ഉമ്മുമ്മാന്റെ മരണം, ഉപ്പുപ്പാന്റെ മരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും നല്ല മരണം പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഉപ്പാടെ മുഖമാ. ഉപ്പ മരിച്ചു എന്ന് കേട്ടപ്പോ നിലവിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടിപ്പോയി. മരിച്ചു എന്ന് കേൾക്കുമ്പോ നിലവിളിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ റോഡിൽ കൂടെ കരഞ്ഞുകൊണ്ടാ പോയേ. പക്ഷേ മരിച്ചു കിടക്കുന്ന വാപ്പാടെ റൂമിനകത്തേക്ക് ഓടിക്കേറി ചെന്നപ്പോ ആ കരഞ്ഞ മകന്റെ കണ്ണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണ് തെള്ളിപ്പോവാ. കാരണം ഉപ്പ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുന്നു. ഉപ്പാടെ മുഖത്ത് വല്ലാത്ത പ്രകാശം, ചുണ്ടിൽ വല്ലാത്ത പുഞ്ചിരി, ഉപ്പാന്റെ ശരീരത്ത് നിന്ന് സുഗന്ധം അടിക്കുന്നുണ്ട്. മരിച്ചു കിടക്കുന്ന ഉപ്പാനെ നിലവിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന മകൻ, ഉപ്പ ജീവിച്ചിരുന്നപ്പോ ഇത്രയും ഗ്ലാമറില്ലായിരുന്നു. പക്ഷെ മരിച്ചു കിടന്നപ്പോ ഉപ്പാന്റെ മുഖത്തെ ചിരി കണ്ടപ്പോ മോൻ തന്നെ പറയാ, എൻ്റെ ഉപ്പാൻ അള്ളാഹു നല്ല മരണം അവിടുത്തെ. ഉപ്പാന്റെ റൂമ് പോലും സുഗന്ധമുള്ളതായി. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സാബിത്ത് ബിൻ അസ്ലം തങ്ങളുടെ പൊന്നാര മകള് പറയാ, ഞാൻ എഴുന്നേക്കുന്നത് എന്നെ ആരും സുബഹിക്ക് വിളിക്കാറില്ല, അലാറം വെക്കാറില്ല. ഞാൻ എഴുന്നേക്കുന്നത് എൻ്റെ ഉപ്പ സുജൂദിൽ കടന്ന് കരഞ്ഞു ദുആ ചെയ്യുന്നത് കേട്ടിട്ടാ. എന്റെ വീട്ടിലെ അലാറം എന്റെ ഉപ്പാന്റെ സുജൂദിൽ കിടന്നിട്ടുള്ള ദുആയ എന്ന് പൊന്നാര മകള് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ
നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, നമ്മളെ കുറിച്ച് നമ്മുടെ മക്കൾ പറയട്ടെ നമ്മൾ നല്ലവരാണെന്ന്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ 12 മണിയായി. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ദുആ ചെയ്തു പിരിയാം. 12 മണി അടുക്കുന്നു. നമുക്ക് ദുആ ചെയ്തു പിരിയാം. അൽഹംദുലില്ലാ, ഈ പള്ളിക്ക് വേണ്ടി ആരെല്ലാം പരിശ്രമിച്ചോ, ആരൊക്കെ സദക്ക കൊടുത്തോ, ആരൊക്കെ മനസാ വാചാ കർമ്മണ ഇതിനു വേണ്ടി പ്രവർത്തിച്ചോ, അള്ളാഹു അവർക്ക് നല്ല മരണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വെറുതെയാകില്ല സഹോദര. പള്ളി 5 പേരെ കൊണ്ടുപോകും. ഈ പള്ളികൾ മുഴുവനും, ലോകത്തുള്ള എല്ലാ പള്ളികളും സ്വർഗത്തിലാ. ആ പള്ളികൾ മുഴുവനും സ്വർഗത്തിലേക്ക് പോകുമ്പോൾ 5 വിഭാഗം ആൾക്കാരാ പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകുന്നവരാ. ആ പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകുന്നവരാ. ആ 5 വിഭാഗത്തിൽ ഒരു വിഭാഗം പള്ളി കെട്ടാ സഹായിച്ചവരാ. അതുകൊണ്ട് ഈ പള്ളിക്ക് വേണ്ടി 5 നയാ പൈസയെങ്കിലും കൊടുത്തവര്, നിങ്ങൾ കൊടുത്തത് വെറുതെ പറയാറുള്ളൂ. പടച്ചവനെ, മരണം എപ്പോഴെവിടെ വെച്ചാണ് കടന്നു വരുന്നതെന്നറിയില്ല. ഏത് രീതിയിലാണ് മരണം വരുന്നതെന്നറിയില്ല. മരണത്തിന് വയസ്സില്ല. പടച്ചവനെ, മംഗലാപുരത്തുള്ള ഇസ്മയിൽ എന്ന് പറയുന്ന സഹോദരൻ എന്നെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന സഹോദരനാണ്. എന്നെ വിളിച്ചിട്ടെന്ന് പറഞ്ഞു, ഉസ്താദ്, സഹോദരന്റെ മകള് ഗർഭിണിയായിരുന്നു. പ്രസവത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുചെല്ലുമ്പോ സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറയുകയാ, കുഞ്ഞു മരിച്ചിട്ട് 3 ദിവസമായി. സുബ്ഹാനല്ലാഹ്. പടച്ചവനെ, ആ കുഞ്ഞു വയറിനകത്ത് കിടന്നു മരിച്ചുപോയി. റബ്ബേ, ആ പൊന്നുമോൾക്ക് അല്ലാഹുവേ, ആ പൊന്നുമോൾക്ക് ക്ഷമ കൊടുക്കണേ അല്ലാ. ആ സഹോദരിക്ക് നീ ക്ഷമ കൊടുക്കണേ അല്ലാ. ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ട് റബ്ബേ. ആ പെങ്ങൾക്കൊരു സന്തോഷം കൊടുക്കണേ അല്ലാ. സന്തോഷം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരുപാട് രോഗങ്ങളും ഒരുപാട് മരണങ്ങളും കാണുന്നവരാണ്. പടച്ചവനെ, വണ്ടിയിൽ വരുമ്പോ അമീർ എന്ന സഹോദരൻ പറഞ്ഞു, ഉസ്താദ്, മഞ്ചേശ്വരം ഭാഗത്തെങ്ങാണ്ടോ ആംബുലൻസ് വന്നൊരു കാറിലേക്ക് ഇടിച്ചിട്ട് ആ കാറിൽ സഞ്ചരിച്ചവര് മരണപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇത്രേ ഉള്ള സഹോദര, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. പ്രായമില്ല, രോഗം വേണ്ട, പ്രായമാകണ്ട, ഒന്നും വേണ്ട, സമയമെത്തിയാ പോകുകയാ സഹോദര. അതുകൊണ്ട് മരണം എപ്പോഴെവിടെ വെച്ചാണ് കടന്നു വരുന്നതെന്നറിയില്ല. എപ്പോ എവിടെ വെച്ച് കടന്നു വന്നാലും ഈമാനുള്ള ഒരു മരണമല്ലേ വേണ്ടത്. ഈമാനുള്ള ഒരു മരണമല്ലേ വേണ്ടത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും അത് തന്നെയാ പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് പെങ്ങള്. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. ഇത് സിറാജല്ല പറഞ്ഞത്, അല്ലയാ പറഞ്ഞത്. മരിക്കുകയാണെങ്കിൽ മുസ്ലിമായിട്ട് വേണം മരിക്കാൻ പെങ്ങളെ. മരിക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ടിട്ട് വേണം നിനക്ക് മരിക്കാൻ. പടച്ചവരെ, അത് വല്ലാത്ത ഒരു കാര്യമാ. മരണസമയത്ത് ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നാവ് പൊങ്ങണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ല. കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ല. ആ സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ അല്ലാഹു കരുണ ചെയ്തവർക്കേ കഴിയൂ പെങ്ങളെ. അതുകൊണ്ട് പടച്ചവരെ, പള്ളിയുടെ പണിയൊക്കെ തീർന്നിരിക്കുകയാണ്. ഇനി വേണ്ടത് എന്തെന്നറിയോ? പടച്ചവനെ, കരണ്ട് ബില്ലൊക്കെ അടയ്ക്കണമെങ്കിൽ എത്ര രൂപയാണ് വേണ്ടതെന്നറിയുമോ സഹോദരാ? പള്ളിക്ക് വേറെ വലിയ വരുമാനമൊന്നുമില്ലല്ലോ. ഒരുപാട് പള്ളികളുണ്ട്, പക്ഷേ വരുമാനം
വരുമാനമില്ല, കറണ്ട് ബില്ലടയ്ക്കാൻ പോലും പൈസ ഇല്ലാത്ത പള്ളികളുണ്ടടോ. അതുകൊണ്ട് പടച്ചവനെ, നിങ്ങളൊക്കെ ഒന്ന് മനസ്സ് വിചാരിച്ചാൽ ഈ പള്ളിയൊന്ന് സോളാർ വെക്കാൻ കഴിയുമല്ലോ. വലിയ ലാഭമല്ലേ സഹോദരാ, വലിയ ലാഭമല്ലേ സഹോദരാ. നമ്മളെല്ലാവരും കൂടെ ഒന്ന് മനസ്സ് വെച്ചാൽ അൽഹംദുലില്ലാഹ്, പലതുള്ളി പെരുവെള്ളമാണല്ലോ, പലതുള്ളിയാണ്. അത് പടച്ചവനെ ഓരോരുത്തരും അവരെ കൊണ്ട് കഴിയുന്നത് കൊടുക്കാൻ കഴിഞ്ഞാൽ റബ്ബേ, ഇത് നമുക്ക് വെച്ച ഈ പള്ളി നമുക്ക് സോളാർ വെക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് സഹോദരാ, അവസാനമായി ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ കഴിയുമോ? ആർക്കാ കൊടുക്കുന്നതെന്നറിയോ? അല്ലാഹനാ കൊടുക്കുന്നത്. അല്ലാഹുടെ വീടാ ഇത്, പടച്ച റബ്ബിന്റെ വീടാ. എന്റെ വീടല്ല, നിങ്ങളുടെ വീടല്ല, ഇത് പടച്ച റബ്ബിന്റെ ഭവനമാ. ഈ ഭവനത്തെ സ്നേഹിക്കുന്നത് അല്ലാഹനെ സ്നേഹിക്കുന്നത് പോലെയാ. ആരെങ്കിലും പടച്ച റബ്ബിന്റെ പള്ളിയെ സ്നേഹിച്ചാൽ അവൻ അല്ലാഹുവിനെ സ്നേഹിച്ചവനെ പോലെയാ. പള്ളിയെ സഹായിക്കും ചാൽ, പള്ളിയെ സഹായിച്ചാ പള്ളി അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്നാ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്ന് പെങ്ങള്, മോളെ, നിനക്ക് അല്ലാഹു തരുന്ന അവസാനത്തെ ചാൻസാ. പ്രസവ വേദനയ്ക്ക് മരണവേദനയാണെന്ന് പറയുന്ന ഉമ്മയോ, മരണവേദനയാണെന്ന് പറയുന്ന പെങ്ങള്, ഇല്ല ഉമ്മ, ഒരിക്കലും പ്രസവത്തിന് മരണവേദനയില്ല, മരണവേദനയില്ല. പറയല്ലേ ഉമ്മ, പറയല്ലേ പെങ്ങള്. എന്തേ പറയുന്നതെന്നറിയോ? മരണവേദനയുടെ ഒരംശമേ പ്രസവ വേദനയ്ക്കുള്ളൂ. മരണവേദനയുടെ ഒരംശമേ പ്രസവ വേദനയ്ക്കുള്ളൂ. കാരണം നീ പ്രസവിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറും 2 or 3 നേഴ്സുമാര് നിന്റെ കയ്യും കാലും പിടിച്ചു വെച്ചു. ഇതിനാണ് നീ മരണവേദന എന്ന് പറയുന്നത്. എന്നാ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ ആകാശലോകത്ത് നിന്നിറങ്ങി വരുമ്പോ 70 മുതൽ 70,000 വരുന്ന മലക്കുകളാ എന്റെയും നിങ്ങളുടെയും തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ 70,000 മലക്കുകളാ ഉമ്മ. 70,000 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കും പെങ്ങള്. ചെറുപ്പക്കാരാ, കോഴി അറുത്തിടുന്നത് കാണുന്നവനല്ല, ഇറച്ചിക്കടയിലെ പെട്ടിക്കകത്ത് കിടന്നിട്ട് കോഴി കിടന്ന് പിടയുമല്ലോ, ചിറകിട്ടടിക്കുമല്ലോ, കാലും കയ്യുമിട്ടടിക്കുമല്ലോ, തലയിട്ടടിക്കുമല്ലോ. ബലിപെരുന്നാളിന്റെ അന്ന് ഒലുഹിയ മൃഗത്തിന്റെ കാലും കയ്യുമിട്ടടിച്ചടിച്ച് തലയിങ്ങനെ അടിച്ചടിച്ച് അവസാനം അത് മരിക്കുന്നത് ഞാനും നിങ്ങളും കണ്ടി രസിക്കുന്നവരല്ലേ. എങ്കിലെന്റെ ചെറുപ്പക്കാരാ, എന്തിനാടാ കാലിട്ടടിക്കുന്നത്? എന്തിനാ കയ്യിട്ടടിക്കുന്നത്? കോഴി കിടന്ന് തുള്ളിച്ചാടുന്നത്, മൃഗം കിടന്ന് തലയിട്ടടിക്കുന്നത് മരണത്തിന്റെ വേദന സഹിക്കാൻ പറ്റാതെയാ. മരണത്തിന്റെ വേദന താങ്ങാൻ കഴിയാതെയാണ് ആ മൃഗം കിടന്ന് കരയുന്നത്, ആ മൃഗം കിടന്നെങ്ങനെ ചെയ്യുന്നത്. ഇന്നുവരെ നിനക്ക് തോന്നിയിട്ടുണ്ടോ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണം നിന്നെ തേടി വരും സഹോദരാ. ഉമ്മമാരെ, മരണത്തിന് വല്ലാത്ത വേദനയാ ഉമ്മ. മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് ഖുർആനാ പറഞ്ഞത്, അള്ളയാ പറഞ്ഞത്, അള്ളയാ പറഞ്ഞത്. മരണത്തിന് വേദനയുണ്ടെന്ന് പിന്നെ പറഞ്ഞ രണ്ടാമത്തെ ആളാരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ വീടിനകത്തിരുന്ന അവസാനത്തെ ദിർഹവും പാവങ്ങൾക്ക് സദക്ക കൊടുത്ത നബിയാ അസ്റായിലിനോട് പറഞ്ഞത്, അസ്റായില് വേദനിക്കുന്നു അസ്റായീൽ.
വേദനിക്കുന്നു അസ്റായീൽ, ഒന്ന് പതുക്കെ പിടിക്കുമോ അസ്റായീൽ? അറിയില്ല നബിയേ, അറിയില്ല നബിയേ, ഇതിനെക്കാളും മയമായി റൂഹ് പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. എഴുന്നേക്കും, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും. അള്ളാന്റെ റസൂല് അടുത്തിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരിയിട്ട് നബിതങ്ങൾ മുഖത്തൊഴിക്കുകയാ. മരണവേദന സഹിക്കാൻ കഴിയാതെ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ, ഈ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ തന്റെ പൊന്നാര മകളും ആയിഷ എന്ന ഭാര്യയും വെള്ളം തുണിയിൽ മുക്കിയിട്ട് നബി തങ്ങളുടെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുമ്പോ ആയിഷയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ആയിഷ ഇന്നലിൽ മൗതി ലസക്കറാ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് ആയിഷ എന്ന് നബിതങ്ങൾ പോലും പറഞ്ഞെങ്കിൽ ആ മരണം എന്നെ തേടി വരും വാപ്പാ, നിന്നെ തേടി വരും ഉപ്പാ. ഉമ്മമാരെ, ഒരു ദിവസം നിന്നെയും ഈ മരണം തേടി വരുമല്ലോ. ആ സമയത്ത് റബ്ബ് നിന്നോട് കരുണ കാണിക്കണോ? ഒരു നല്ല മരണം വേണോ? ഒരു നല്ല മരണം വേണോ? മയ്യത്ത് കാണാൻ വരുന്നവരുടെ മുഖത്ത് നോക്കി ചിരിക്കണോ? അള്ളാടെ പള്ളിക്ക് കൊടുക്കാൻ പറ്റുമോ? അള്ളാടെ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുമോ? എങ്കിൽ അല്ലാഹു പറയുന്നു, ഞാൻ നിനക്ക് സ്വർഗം തരാ. ഇന്നല്ലാഹസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നാ. അല്ലാഹു പറയുന്ന സ്വർഗം ഞാൻ നിനക്ക് തരാ. അല്ലാഹു പറയുന്ന സ്വർഗം നിനക്ക് ഞാൻ തരാ. അതുകൊണ്ട് നിങ്ങൾ ആരാ പെങ്ങളെ? അരപ്പവൻ, ഒരു പവൻ 50,000 രൂപയ്ക്ക് പുറത്താണ്. ഒരു പവന് സ്വർണത്തിന് നിന്റെ ശരീരത്ത് കിടക്കുന്ന 1 ഗ്രാമിന്റെ മോതിരം അള്ളാടെ പള്ളിക്ക് ഉരുത്തരാൻ പറ്റുമോ? അവസാനമല്ലേ പെങ്ങള്? 1 ഗ്രാമിന്റെ സ്വർണമെങ്കിലും അൽഹംദുലില്ലാഹ് അള്ളാടെ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുമോ? നിങ്ങളിൽ ആർക്കെങ്കിലും കഴിയുമോ സഹോദരാ? അള്ളാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കാൻ കഴിഞ്ഞ നീ മരിക്കുന്ന സമയത്ത് മലക്കുകൾ നിനക്ക് കാണിച്ചു തരും. വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗം ഇങ്ങനെ കാണിച്ചു തരും. കണ്ടിട്ട് മരിച്ചാ മതി, കണ്ടിട്ട് മരിച്ചാ മതി. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല.